ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് കുറേ പ്രാവശ്യം ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബുക്ക് അതിന് വേണ്ടി എടുത്തിട്ട് അതിൽ ജേർണലിംഗ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. ബുക്കെന്ന് പറയുമ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച ബുക്കൊന്നുമല്ല, സാധാ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എൻ്റെ കയ്യിലുള്ള കുറച്ച് പേപ്പേഴ്സും അതുപോലെ കളേഴ്സൊക്കെ വെച്ചിട്ട് കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് ഞാൻ ജേർണലിംഗ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ കളയുന്ന ചില കാർഡ്ബോർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്ന ബോർഡുകൾ, അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും കുക്കീസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ബോക്സസിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് പിക്ചേഴ്സൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആക്കാൻ പറ്റുന്ന പോലത്തെ പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് വെച്ചിട്ട് അതും ഇതിൽ ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്കെന്താ, പുറത്തുനിന്ന് സ്റ്റിക്കേഴ്സൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് കുറേ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും. അപ്പം നമ്മൾ അതൊക്കെ കോപ്പി ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസത്തിൽ നമുക്ക് ചെയ്യാം. ഞാൻ കുറേ ജേർണൽസൊക്കെ കാണും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ കാണും. അപ്പം ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ജേർണൽസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് മോട്ടിവേഷൻ തരുന്ന പോലത്തെ വേർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഇത് വീണ്ടും എടുത്ത് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇത് മറച്ച് നോക്കുമല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ എങ്ങനത്തെ ഫീലിങ്ങിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി നമ്മൾ സാഡായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായി തകർന്ന് ഒരു ഡിപ്രഷൻ മൂഡിലൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പേജുകളൊക്കെ തുറന്ന് നോക്കുമ്പം അത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരും. കാരണം ആ ഒരു ടൈമിൽ നമ്മളോട് തന്നെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. മേ ബി നമ്മളുടെ ആ ഒരു സിറ്റുവേഷനായിട്ട് ഈ മോട്ടിവേഷണൽ വേർഡ്സൊക്കെ സിങ്ക് ചെയ്ത് പോകുമ്പം നമുക്കറിയാതെ അതിൽ നിന്നൊരു ചേഞ്ച് വരാനായിട്ട് ഇതുപോലത്തെ ജേർണൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതുവരെ ജേർണലിംഗ് ഒന്നും ചെയ്യാത്ത ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ നിങ്ങൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു റിലീഫും അതുപോലെ തന്നെ ഹാപ്പിനെസ്സൊക്കെ അത് വേറെ ലെവലാണ്, അത് വേറൊരു ഫീലിംഗ് ആയി. സോ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇന്നത്തെ ജേർണലിങ്ങിൻ്റെ തീം യെല്ലോ ആയിരുന്നു. എത്ര പേരുടെ ഫേവറേറ്റ് കളറാണ് യെല്ലോ? കമൻറ്റിൽ പറയണേ. ഇനി പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ ബൈ.